വ്യോമസേനാ മേധാവി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഇന്നലെ നാവികസേനാ മേധാവി പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. വിവരങ്ങളുമായി സജു തോമസ് ചേരുന്നു. സജു, നിർണായകമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു. എന്താണ് ഇതിൽ പ്രധാനമായും ചർച്ചയായത്? എങ്ങനെ പുരോഗമിച്ചു ആ കൂടിക്കാഴ്ച? വിവരങ്ങൾ. അതിര ഇന്ന് ഉച്ചയോടുകൂടിയാണ് AP സിംഗ് പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ആയിരുന്നു നാവികസേനയുടെ മേധാവിയും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വ്യോമസേനയുടെ മേധാവിയും പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. നാവിക വ്യോമസേനയുടെ അഭ്യാസങ്ങളൊക്കെയും കഴിഞ്ഞ ആഴ്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും നാവികസേനയുടെയും വ്യോമസേനയുടെയും ഒക്കെയും വിവിധ തരത്തിലുള്ള നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിന്റെയൊക്കെയും ഒരു വിലയിരുത്തൽ എന്ന രീതിയിലാണ് ഇപ്പോൾ മേധാവിമാർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. അതിർത്തിയിലെ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് 10ാം ദിവസവും വെടിവെപ്പ് ഉണ്ടായിരിക്കുകയാണ്. ഈ സാഹചര്യമൊക്കെയും സൂക്ഷ്മതയോടുകൂടിയാണ് ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാവികസേനയുടെയും വ്യോമസേനയുടെയും മേധാവിമാർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായ ഭാഷയിൽ തിരിച്ചടി നൽകും എന്നുള്ളത് സേനാ വൃത്തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിനുള്ള മുന്നറിയിപ്പും പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3 സേനയ്ക്കും അവർക്ക് സ്വാതന്ത്ര്യം, അതായത് എപ്പോൾ എവിടെ എങ്ങനെ എന്നുള്ളത് സേനയ്ക്ക് തീരുമാനിക്കാം എന്നുള്ളത് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതാണ്. ഈ ഒരു സാഹചര്യം വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ എയർ ചീഫ് മാർഷലും അതുപോലെ തന്നെ നാവികസേനയുടെ മേധാവിയും പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ആതിര. ശരി, വ്യോമസേനാ മേധാവി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. നിർണായകമായൊരു കൂടിക്കാഴ്ചയായിരുന്നു. വിവരങ്ങൾ നൽകിയത് സജു തോമസ് ആയിരുന്നു.